CPM-ൽ വിഭാഗീയതയില്ലെന്ന് പാർട്ടി സെക്രട്ടറി ആണയിട്ട് പറയുമ്പോഴും വിഭാഗീയത പിടിവിട്ടു പോകുന്ന അവസ്ഥയിലാണ് CPM എന്ന് പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാണ്. തിരുവനന്തപുരത്ത് മംഗലപുരം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മധു മുല്ലശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഇറങ്ങിപ്പോയിട്ട് പാർട്ടിയിലേക്ക് ഇനിയില്ല എന്ന് പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രനും M. വിജയകുമാറും മുതിർന്ന നേതാക്കൾ മധു മുല്ലശ്ശേരിയെ കണ്ട് അനുനയിപ്പിച്ച് പാർട്ടിയിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെ ഏരിയ സെക്രട്ടറിയെ V. ജോയി അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. അതോടുകൂടി M. ജലീലാണ് പുതിയ ഏരിയ സെക്രട്ടറി മംഗലപുരത്ത്. അതോടുകൂടി വീണ്ടും മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയി പാർട്ടി വിടുമെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, കരുനാഗപ്പള്ളിയിൽ അവിടെ നോർത്ത് സമ്മേളനം, കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനത്തിൽ അടി. ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ 10 ലോക്കൽ കമ്മിറ്റികളുണ്ട്. അതിൽ 4 എണ്ണത്തിലും ഇതുവരെ സമ്മേളന നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. തിരുവല്ലയിൽ അതുപോലെ. പത്തനംതിട്ട തിരുവല്ലയിലാണെങ്കിൽ പ്രശ്നം മറ്റൊന്നുമല്ല, തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാവ് തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ നേതാക്കൾ തന്നെ ഇടപെട്ടു എന്നാണ് സമ്മേളനത്തിൽ ആരോപണം ഉയർന്നത്. അവിടെയും പ്രശ്നങ്ങൾ തന്നെ, അവിടെയും സമ്മേളനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഈ തിരുവല്ലയിലും കൊല്ലത്തും, അതായത് കരുനാഗപ്പള്ളി വിഷയത്തിലും പാർട്ടി സെക്രട്ടറി നേരിട്ടെത്തിയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. ഇത് പിടിവിട്ട പോക്കിലേക്കാണ് പോകുന്നത്. മറ്റൊന്നുമല്ല, പ്രധാനമായും അതായത് കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, എന്നിന് കണ്ണൂർ പോലും പ്രശ്നങ്ങളുണ്ട്. പാർട്ടി മുഖ്യമന്ത്രിയുടെ നാടായ കണ്ണൂർ പോലും പ്രശ്നങ്ങൾ തലപൊക്കിയിട്ടുണ്ട്. ലോക്കൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞു. ബ്രാഞ്ച് സമ്മേളനത്തിൽ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ നേതാക്കൾക്കെതിരെയും ശക്തമായ വിമർശനം വന്നു. ലോക്കൽ സമ്മേളനങ്ങളിൽ ജില്ലാ സെക്രട്ടറിയൊക്കെ ഇഷ്ടക്കാരെ സെക്രട്ടറി ആയിട്ടൊക്കെ നിയമിക്കുന്നു എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും പൊട്ടിത്തെറിയുണ്ടായി. ആലപ്പുഴയിൽ പ്രശ്നമുണ്ടായി. ആലപ്പുഴ ഏരിയ G. സുധാകരൻ്റെ വീടിന് തൊട്ടടുത്ത് നടന്ന ഏരിയ സമ്മേളനത്തിൽ നിന്ന് G. സുധാകരനെ ഒഴിവാക്കിയത്, അദ്ദേഹത്തെ ക്ഷണിച്ചതുപോലുമില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പാർട്ടിയിൽ വളർന്നു വരുന്ന വിഭാഗീയത അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പാർട്ടി സെക്രട്ടറി, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി റിപ്പോർട്ട് ചെയ്തത് എന്തൊക്കെയാണ് തോൽവിയുടെ കാരണങ്ങൾ. അപ്പോൾ തന്നെ പാർട്ടി കൃത്യമായി പറഞ്ഞു, ഇങ്ങനെ പണസമ്പാദനത്തിന് വേണ്ടി പാർട്ടിയെ കൂട്ടുപിടിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്, അതിൽ നിന്ന് പാർട്ടിയെ മോചിപ്പിക്കണം. അതുപോലെ നേതാക്കളുടെ കഷത്ത് കല്ല് വെച്ച് മസിലും പെരുക്കിയുള്ള നടത്തം, ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥ, അത് മാറ്റണം. എല്ലാ വിഭാഗം ജനങ്ങളോടും സ്നേഹത്തോടെ ഇടപെടണം എന്നൊക്കെ പറഞ്ഞ് കുറേ മാർഗനിർദ്ദേശങ്ങൾ കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരുന്നു. കീഴ്ഘടകങ്ങൾ ആ മാർഗനിർദ്ദേശം പാലിക്കാൻ നോക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി V. ജോയിയെ പോലുള്ള ആളുകളെ കെട്ടിയിറക്കുകയാണ്. ഓരോരോ കാര്യം പറഞ്ഞ് അതിന് PB അംഗത്തെ ഇലക്ഷന് മത്സരിപ്പിച്ചത് വരെ, A. വിജയരാഘവനെ മത്സരിപ്പിച്ചതിന് വരെ പാലക്കാട് അവിടെയും പ്രശ്നമുണ്ടായി. അങ്ങനെ PB അംഗത്തെ എന്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നതായിരുന്നു അവിടുത്തെ വിഷയം. അങ്ങനെ നോക്കുകയാണെങ്കിൽ CPM ഇടക്കാലത്തെങ്ങും ഇല്ലാത്ത, അതായത് VS പിണറായി പക്ഷപ്പോരൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ VS ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വീട്ടിൽ ചികിത്സയിലാണ്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും M. വി. ഗോവിന്ദൻ മാസ്റ്ററും തമ്മിൽ അങ്ങനെ സംഘർഷഭരിതമായ അന്തരീക്ഷമില്ല. കോടിയേരി പാർട്ടി സെക്രട്ടറിയായി വന്നത് മുതൽ തന്നെ അങ്ങനൊരു പാർട്ടിയും സർക്കാരും തമ്മിൽ അങ്ങനൊരു സംഘർഷമില്ല. മറ്റത് VS-ഉം പിണറായിയുമാണ് രണ്ട് തട്ടിലാണെങ്കിൽ അവർ തമ്മിൽ എപ്പോഴും ഇങ്ങനെ വാഗ്വാദങ്ങളായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ പ്രത്യക്ഷത്തിൽ അത്തരമൊരു പോരല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ ഘടകങ്ങളിൽ, കീഴ്ഘടകങ്ങളിൽ ആളുകൾ കൊഴിഞ്ഞു പോകുന്നത്, ആളുകൾ മറ്റ് പാർട്ടിയിൽ പ്രത്യേകിച്ച് BJP-യിലേക്ക് പോകുന്നത്, അതൊക്കെ പാർട്ടിയെ ക്ഷീണിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറി M. വി. ഗോവിന്ദൻ പറയുന്നത് CPM-ൽ വിഭാഗീയതയില്ല, അതൊക്കെ പ്രാദേശിക പ്രശ്നങ്ങൾ മാത്രമാണ്. ശരിയാണ് സഖാവേ, പ്രാദേശിക പ്രശ്നങ്ങളാണ് പാർട്ടിക്ക് എപ്പോഴും തലവേദന സൃഷ്ടിക്കുന്നത്. പ്രാദേശിക പ്രശ്നങ്ങളാണ് പാർട്ടിയിലെ വോട്ട് വിഹിതം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഈ വിഭാഗീയതയെ ഒതുക്കി തീർത്ത് അവരെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തിയില്ലെങ്കിൽ ജില്ലാ സമ്മേളനങ്ങൾ, അടുത്ത ആഴ്ച ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങുകയാണ്. കൊല്ലം ജില്ലയിലാണ് സംസ്ഥാന സമ്മേളനം വച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലയിലാണ് പ്രശ്നം, അങ്ങും ഇങ്ങും ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാകട്ടെ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ, ഇവിടെയൊക്കെ വളരെ രൂക്ഷമായ പ്രതിസന്ധി CPM നേരിടും എന്നതിൽ യാതൊരു തർക്കവുമില്ല.